എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ മെയ് 14 തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് ഒന്നാമത്തേത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറാണ്. അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റേത് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരുടെ നമ്പർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അതായത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അവിടെ സ്ഥിരപ്രവേശനം നേടിയിട്ട് മറ്റൊരു സ്കൂളിലേക്കും പോവാത്തത് വരെ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിലോ മൊബൈലിൽ വരുന്ന OTP ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റേത് കൊടുക്കുക. പാരൻറ്റ് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ പോകുന്നതാണെങ്കിൽ നിങ്ങൾ അവരുടേത് കൊടുക്കരുത്. കാരണം നിങ്ങൾക്ക് OTP ഒക്കെ ചില സമയത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് OTP ലഭിക്കാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പമുള്ള ആരുടെയെങ്കിലും, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ഉള്ള ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ വരുന്ന OTP ആവശ്യമാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു പല വിദ്യാർത്ഥികൾക്കും അതായത് ഈ ഒരു OTPയുടെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അതായത് OTP വേണ്ടിയിട്ട്, അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ചില വിദ്യാർത്ഥികളുടെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില വിദ്യാർത്ഥികളുടെ രക്ഷിതാവ് ആ ഒരു മൊബൈലും എടുത്ത് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ വരുന്നത് കൊണ്ടാണ് ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ഉള്ള ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ നൽകാനായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ SSLCയുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രജിസ്റ്റർ നമ്പർ നൽകാനായിട്ട് പറയുന്നത്, ഈ രജിസ്റ്റർ നമ്പർ നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ SSLC റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് SSLCയുടെ രജിസ്റ്റർ നമ്പർ ആവശ്യമാണ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ SSLC റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ആയാലും മതി. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ആധാർ കാർഡാണ്. അപ്പോൾ ആധാർ കാർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇമെയിൽ ID ആവശ്യമാണ്. അതായത് ഒരു ഇമെയിൽ ID എന്ന് പറയുമ്പോൾ Gmail ID ഉണ്ടായാൽ മതി. അപ്പോൾ അത് ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് മറ്റ് പോളിടെക്നിക് അതുപോലെയുള്ള അപേക്ഷകൾക്കൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കണം. അതായത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം വില്ലേജ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ അക്ഷയ വഴി അപ്ലൈ ചെയ്ത് വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു SLC അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അപേക്ഷകൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ബോണസ് പോയിന്റ് ലഭിക്കാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എങ്കിൽ, അതായത് NCC അതുപോലെ SPC അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ തന്നെ കലോത്സവങ്ങളിൽ പങ്കെടുത്തുള്ളത് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ബോണസ് അർഹതയുണ്ട്. അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷമാണ് +1 പ്രവേശനത്തിനായിട്ട് അഡ്മിഷൻ കൊടുക്കുന്നത്, അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതായത് സെയിം മാർക്ക് പെർസെൻറ്റേജ് ഉള്ള ഒരു 2 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടൈ ബ്രേക്കിനായിട്ട്, അതായത് ഫസ്റ്റ് സ്ഥാനത്തിലേക്കും പരിഗണിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വല്ല ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണന കിട്ടും. അതിനായിട്ടാണ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ സ്കൂളുകളിലെ ക്ലബ്ബുകൾക്ക് എന്തെങ്കിലും ക്ലബ്ബുകൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എന്തൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വല്ലതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ NMMS എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ LSS, USS, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്പോർട്സിൽ നിങ്ങൾ ജില്ലാതലത്തിൽ പങ്കെടുത്തിട്ട് ABCE അല്ലെങ്കിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈ ബ്രേക്കിനായിട്ട് അർഹതയുണ്ടാകും. അപ്പോൾ ഇതാണ് ടൈ ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ
തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 പ്രവേശനത്തിനായിട്ട് സിമ്പിളായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. +1 പ്രവേശന സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതൊന്നുമില്ല എങ്കിൽ കൂടി നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ +1 അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഈ ഒരു +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.